നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പതിനെട്ടാം പടി കയറി അയ്യനെ തൊഴുത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സന്നിധാനത്ത് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച തന്ത്രി. മാളികപ്പുറത്തും ദർശനം നടത്തി. വൈകിട്ട് വരെ സന്നിധാനത്ത് തുടരും. ഭക്തർക്ക് നിയന്ത്രണം. പ്രമാണത്തെ രാഷ്ട്രപതിയെ എത്തിച്ച ഹെലികോപ്റ്റർ ലാൻഡിംഗ് പാഡിൽ താഴ്ന്നതിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസ്. പദ്ധതി മാറ്റിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരെന്നും വിശദീകരണം. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചുവെന്നും രേഖകളിൽ പോലും അട്ടിമറിയെന്നും പ്രത്യേക അന്വേഷണ സംഘം. ബോർഡിന്റെ പങ്ക് നിഷേധിച്ച് പ്രസിഡന്റ് PS പ്രസാദ്. ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചവിട്ടി പുറത്താക്കണമെന്ന് VD സതീശൻ. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി 2019 കൊണ്ടുപോയതിന്റെ രേഖകൾ ഉൾപ്പെട്ട മിനിറ്റ്സ് SIT പിടിച്ചെടുത്തു. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകവേ വിയോജിപ്പ് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ച് CPI. RSS അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ബിനോയ് വിശ്വം. CPM BJP ഡീലിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ. PM ശ്രീയെക്കുറിച്ച് യാതൊന്നും അറിയാതെയാണ് CPMന്റെയും കോൺഗ്രസിന്റെയും വിമർശനമെന്ന് രാജീവ് ചന്ദ്രശേഖർ. അന്ധകാരത്തെ അകറ്റി മനസ്സിൽ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദീപപ്രഭ ചൊരിഞ്ഞ് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി സ്വിറ്റ്സർലാൻഡിൽ. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മയ്ക്ക് സ്നേഹോഷ്മള വരവേൽപ്പൊരുക്കി ആയിരങ്ങൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പ്രഖ്യാപനങ്ങളുമായി RJD പ്രകടന പത്രിക. അധികാരത്തിലെത്തിയാൽ ജൈവിക പ്രവർത്തകർക്ക് മാസം 30,000 രൂപയെന്ന് തേജസ്വി യാദവ്. മഹാസഖ്യത്തിൻ്റെ സംയുക്ത വാർത്താ സമ്മേളനം നാളെയെന്ന് RJD നേതാവ്. മഹാസഖ്യം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലെന്ന് BJP. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ ദിനം ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ. ഉച്ചയാകുമ്പോൾ 537 പോയിന്റുമായി തിരുവനന്തപുരം 1ാം സ്ഥാനത്ത്, 360 പോയിന്റുമായി കണ്ണൂർ 2ാം സ്ഥാനത്തും 271 പോയിന്റുമായി കോഴിക്കോട് 3ാം സ്ഥാനത്തും. ജനറൽ വിഭാഗം ഫ്രീ സ്റ്റൈൽ നീന്തലിൽ തിരുവനന്തപുരത്തിന് 5 സ്വർണം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തി തിരിച്ച് പമ്പയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി അയ്യപ്പ ദർശനം നടത്തിയത്. സന്നിധാനത്ത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിച്ചു. പമ്പയിലെത്തി പമ്പാ സ്നാനത്തിന് ശേഷം കെട്ട് നിറച്ച് 11:30 സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത്. കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത്. രാഷ്ട്രപതിക്കൊപ്പം ADC സൗരഭ് S നായർ, PSO വിനയ് മാത്തൂർ, രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചന്ദ്ര ഹോംബ്രോം എന്നിവരും ഇരുമുടിക്കെട്ടുമേന്തി പടി ചവിട്ടി. ദേവസ്വം മന്ത്രി VN വാസവൻ രാഷ്ട്രപതി സ്വീകരിക്കാൻ സന്നിധാനത്തുണ്ടായിരുന്നു. ദർശനത്തിന് ശേഷം ഇപ്പോൾ രാഷ്ട്രപതി മലയിറങ്ങുകയാണ്. പമ്പയിലെ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമാകും രാഷ്ട്രപതി മടങ്ങുക. കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, അയ്യനെ കണ്ടതിന് ശേഷം രാഷ്ട്രപതി മടങ്ങിയിരിക്കുന്നു. ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷം ഒരുപക്ഷെ പറയുന്ന സമയത്തിന് മുമ്പേ തന്നെ മടങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് രാജേഷ്. പറഞ്ഞ സമയത്തിന് മുൻപെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദർശനം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ അവിടെ നിന്നും പമ്പയിലേക്ക് മടങ്ങിയത്. നേരത്തെ ശബരിമല സന്നിധാനത്ത് തന്നെ 3 മണി വരെ തുടരും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥയൊക്കെ പരിഗണിച്ചിട്ടാവാം ഇപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ മല ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പമ്പയിലെത്തി. പമ്പ ഗസ്റ്റ് ഹൗസിൽ ഉച്ചഭക്ഷണത്തിനായി വിശ്രമിക്കുകയാണ്. ഇവിടെ ഉച്ചഭക്ഷണം കഴിഞ്ഞ ശേഷം ഇവിടെ നിന്നും മടങ്ങും. രാവിലെ 11:50 ശബരിമലയിലെത്തിയ രാഷ്ട്രപതി വാവൂരുനടയിലും മാളികപ്പുറം ക്ഷേത്രത്തിലും അടക്കം തൊഴുതു. പൂജകളും വഴിപാടുകളും ഒക്കെ പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതിയും സംഘവും മലയിറങ്ങിയത്. രാഷ്ട്രപതിക്കൊപ്പം
കെട്ടുനിറച്ചുകൊണ്ട് ADC സൗരവ് നായർ, PSO വിനയ് മാത്തൂർ, അതുപോലെ രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചന്ദ്ര ഹോംബ്ര എന്നിവരും കെട്ടുനിറച്ച് രാഷ്ട്രപതിക്കൊപ്പം മല ചവിട്ടിയിരുന്നു. 18ാം പടി ചവിട്ടി മുകളിലെത്തിയ രാഷ്ട്രപതി അവിടെ സന്നിധാനത്ത് അയ്യനെ കണ്ടു തൊഴുത ശേഷം തന്ത്രിയിൽ അതിനു മുൻപ് തന്ത്രി പൂർണ്ണകുംഭം നൽകി തന്ത്രിയും മറ്റ് രാഷ്ട്രപതിയെ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം സന്നിധാനത്ത് ദർശനം പൂർത്തിയാക്കി മാളികപ്പുറത്തും ദർശനം പൂർത്തിയാക്കി തിരികെ മലയിറങ്ങുകയായിരുന്നു. എന്തായാലും ഈ സമയത്തൊക്കെ മന്ത്രി VN വാസവനും രാഷ്ട്രപതിക്കൊപ്പം സന്നിധാനത്തുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പമ്പയിലെ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷം കാലാവസ്ഥ അനുകൂലമെങ്കിൽ നിലയ്ക്കൽ നിന്ന് തന്നെ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രപതി സന്ദർശനം കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് തിരുവനന്തപുരത്തിൽ ഒരുക്കിയിരുന്നത്. രാവിലെ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റർ ഈ കോൺക്രീറ്റിൽ താഴ്ന്നത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് വിശദീകരണവുമായി DGP അടക്കം രംഗത്തെത്തുകയും ചെയ്തു. അതായത് ഈ ഇന്നലെ വൈകിട്ട് മാത്രമാണ് ഇത്തരത്തിൽ രാഷ്ട്രപതി നിലയ്ക്കലല്ല പകരം പ്രമാടത്താണ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് എന്നാണ് അറിയിച്ചത് എന്നും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിൽ അവിടെ പരിശോധനകൾ പൂർത്തിയാക്കി അവരുടെ സാന്നിധ്യത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതെന്നും ഒക്കെ DGP പറഞ്ഞിരുന്നു. അത്തരത്തിൽ എന്തായാലും ഇപ്പോൾ നിലയ്ക്കൽ നിന്ന് തിരികെ മടങ്ങാനാണ് സാധ്യത. രാജേഷ് കണ്ണൻദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകവേ വിയോജിപ്പ് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ച CPI. മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ എതിർപ്പ് ഉന്നയിക്കണമെന്ന് CPI മന്ത്രിമാർക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. PM ശ്രീ പദ്ധതിയോടുള്ള നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ബിനോയ് വിശ്വം. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് വാങ്ങിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. PM ശ്രീ RSSന്റെ പദ്ധതിയാണ്. CPM അത് നടപ്പാക്കുമെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജനറൽ സെക്രട്ടറിയല്ല CPMൻ്റെ ബേബി അദ്ദേഹം പറഞ്ഞു അത് ബേബിയുടെ പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്. അതേ കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ CPIക്കുള്ളത്. CPIക്കും CPMനുമല്ല ഒരേ കാഴ്ചപ്പാടുള്ള ഒരു വിഷയമാണത്. കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അൺഫിൽഡ്, CPI പറയുന്നതാണ് ശരി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് വാങ്ങിയാൽ ആ നയം വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ആ നയം നടപ്പാക്കില്ല എന്ന്. അതെങ്ങനെ സാധ്യമാകും? ഏത് തരത്തിലാണ് CPIയുടെ വിയോജിപ്പ് സർക്കാരിനെ അല്ലെങ്കിൽ CPMനെ അറിയിച്ചത്? രാജേഷ്, തീർച്ചയായും മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഈ വിഷയത്തിലെ വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് CPIയുടെ മന്ത്രിമാർ യോഗത്തിൽ ചോദിച്ചത്. കാരണം കൃത്യമായ നിർദ്ദേശം അവർക്ക് നൽകിയിരുന്നു. രാവിലെ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ബിനോയ് വിശ്വത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ യോഗം ചേർന്ന് വേണ്ട നിർദ്ദേശങ്ങൾ ബിനോയ് വിശ്വം കൊടുത്തിരുന്നു. കാരണം ഇത് അജണ്ടയിലില്ലെങ്കിൽ പോലും ഈ ഒരു വിഷയം ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുക, ആ വിഷയത്തിൽ കൃത്യമായ വിയോജിപ്പും പ്രതിഷേധവും അതിനകത്തുള്ള ആ അതൃപ്തി കൃത്യമായിട്ടുള്ള CPIയുടെ നിലപാട് എന്താണോ അത് അറിയിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിൽ CPIയിലെ മന്ത്രിമാർ തന്നെ ഇതിനകത്തുള്ള ഒരു വിയോജിപ്പ്, അത് ആ വാക്കുപോലും അങ്ങനെയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് റവന്യൂ മന്ത്രി K. രാജൻ ഈ ഒരു വിഷയം ഉന്നയിച്ച് ചോദിച്ചത്. മാത്രമല്ല, ഇത് മുമ്പ് മന്ത്രിസഭാ യോഗത്തിൽ വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഇത് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ്. പക്ഷെ നാളെ ഇതുവരെയായിട്ട് LDF ചർച്ച ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗികമായി PMCയിൽ കേരളം പങ്കുചേരുന്നു, ഒപ്പിടുന്നു എന്ന രീതിയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇത് എങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഇതിനകത്ത് ആശയപരമായ ഒരു കാര്യമാണ്. അതിന് ഒരു PMC പദ്ധതി എന്ന് പറയുന്നത് പൂർണ്ണമായത് RSSന്റെ ആശയമാണ്. അത് സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ കൃത്യമായി അത് ഇടതു മുന്നണി ചർച്ച ചെയ്യണം എന്ന നിലപാട് പിന്നെയും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അത് തന്നെയാണ് ഇന്ന് MS മാരത്ത് വെച്ച് ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് നൽകിയതിന്റെ അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിന് വിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്ത് CPIയുടെ ആശങ്ക അസ്ഥാനത്താണ്. കാരണം ഈ പദ്ധതിയിൽ ഒപ്പിടുന്നത് കൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ പ്രാവർത്തികമാക്കില്ല, അതിനനുവദിക്കില്ല എന്ന് പറയുമ്പോഴും അത് രണ്ടും രണ്ടാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്ത് വാദിക്കുമ്പോൾ ബിനോയ് വിശ്വം ആ വാദത്തെ ഖണ്ഡിക്കുകയാണ്. അത് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. പദ്ധതിയിൽ ഒപ്പിടുകയാണെങ്കിൽ അവരുടെ നയം നടപ്പാക്കേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറയുന്നു. എന്തായാലും എന്താണ് അവിടെ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത് അടക്കമുള്ള വിശദാംശങ്ങൾ ഈ വരും മണിക്കൂറിൽ മാത്രമേ പുറത്തറിയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഒരു മണിക്കൂർ മുമ്പാണ് 12 മണിയോടുകൂടിയാണ് മന്ത്രിസഭാ യോഗം അവസാനിച്ചത്. രാജേഷ്, അൺഫിൽഡ് ഡിസൂസയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയത് BJP CPM ഡീലിന്റെ ഭാഗമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. CPI നിലപാടിൽ ഉറച്ചു നിൽക്കണം. സിലബസിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ല. 140 കോടി
ക്ഷമിക്കണം 1400 കോടി രൂപ കേരളത്തിനുള്ള കൈക്കൂലിയാണോ എന്നും KC ചോദിച്ചു. തീർച്ചയായിട്ടും ഇത് PM-ശ്രീ ഒറ്റക്കല്ല. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM-ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുവാനുള്ള അജണ്ടയാണ് PM-ശ്രീയിൽ ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതിയിലെ അത്തരത്തിലുള്ള നിബന്ധനകൾ ഒഴിവാക്കി സർക്കാർ കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നും VD സതീശൻ പറഞ്ഞു. ആദ്യം എന്താ പറയുന്നത്, ആരോഗ്യ വകുപ്പ്, ആയുഷ്മാൻ ഭാവ ആരോഗ്യ, കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. 1.5-2 കൊല്ലം അത് വാങ്ങിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രിയിലും അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. 2 കൊല്ലത്തെ PM-ശ്രീ വിഷയത്തിൽ KC വേണുഗോപാലിന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. PM-ശ്രീ ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ടെന്നും ഇതേക്കുറിച്ച് അറിയാതെയാണോ വേണുഗോപാൽ സംസാരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SITയുടെ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും ജീവനക്കാരിലേക്കും നീങ്ങുന്നതിനിടയിൽ ബോർഡിന്റെ പങ്ക് നിഷേധിച്ച് പ്രസിഡന്റ്. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി 2019 കൊണ്ടുപോയതിന്റെ രേഖകൾ അടങ്ങിയ മിനിറ്റ്സ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദമായ രേഖകൾ ദേവസ്വം ബോർഡ് SIT ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നില്ല എന്നും ആരോപണമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളാണ് പുറത്തുവരുന്നത്. ദേവസ്വം ഭരണസമിതിക്കും ജീവനക്കാർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്നും കവർച്ചയുമായി ബന്ധമുണ്ടോ എന്ന സംശയവും SIT ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രേഖകളിൽ പോലും അട്ടിമറി വ്യക്തമെന്നാണ് SIT ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ 2019 ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സ്വർണം പൂശാൻ തീരുമാനമെടുത്ത യോഗത്തിലെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പിടിച്ചെടുത്ത മിനിറ്റ്സിലുള്ളത്. സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്തതിൽ നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്തും SITയുടെ അന്വേഷണ പരിധിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശില്പപാളികളും താങ്ങുപീഠവും കൈമാറാൻ PS പ്രശാന്ത് നിർദ്ദേശം നൽകിയതായി SIT ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം ഉന്നതർ മുതൽ താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും പങ്ക് SIT അന്വേഷിക്കണമെന്നും ഗൂഢാലോചന, അധികാര ദുർവിനിയോഗം, ചുമതലയിൽ നിന്നുള്ള വ്യതിചലനം എന്നിവയും പുറത്തുകൊണ്ടുവരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഭരണസമിതിയും അടക്കം പ്രതിക്കൂട്ടിലാകുകയാണ്. അതേസമയം തനിക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് PS പ്രശാന്ത്. നവംബറിൽ കാലാവധി അവസാനിക്കുന്ന ഈ ദേവസ്വം ഭരണസമിതിക്ക് വീണ്ടും നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കത്തിനും ഈ അന്വേഷണ റിപ്പോർട്ട് തിരിച്ചടിയാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 40 ദിവസത്തെ യൂറോപ്യൻ സന്ദർശനത്തിന് തുടക്കമിട്ട് സ്വിറ്റ്സർലാൻഡിലെത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹനിർഭരമായ വരവേൽപ്പ്. അമ്മയെ കാണാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. അന്ധകാരത്തെ അകറ്റി മനസ്സിൽ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ദീപപ്രഭ ചൊരിഞ്ഞ് അമ്മയുടെ സ്വിറ്റ്സർലാൻഡ് സന്ദർശനം. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദീപാവലി ദിവസം തന്നെ അമ്മയെത്തിയപ്പോൾ സ്വിറ്റ്സർലാൻഡ് നിവാസികൾക്കെല്ലാം അത് അവിസ്മരണീയ നിമിഷങ്ങൾ സമ്മാനിച്ചു. ലോകശാന്തിക്കായുള്ള മന്ത്രം ഉരുവിട്ട് അമ്മയും അവർക്കൊപ്പം ചേർന്നു. സ്വിറ്റ്സർലാൻഡ് പാർലമെന്റ് അംഗവും ഹിറ്റ്സ്ലഡൻ ക്ലിനിക്കിലെ ന്യൂറോളജിസ്റ്റുമായ റെറ്റു അഗസ്റ്റി, സ്വിറ്റ്സർലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി മൃദുൽ കുമാർ, നടിയും സാമൂഹിക മാധ്യമങ്ങളിലെ താരവുമായ സോയി പാസ്റ്റൽ എന്നിവർ ചേർന്നാണ് അമ്മയെ ഹാരമണിയിച്ചു സ്വീകരിച്ചത്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ് അമ്മയെന്ന് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യൻ സ്ഥാനപതി മൃദുൽ കുമാർ പറഞ്ഞു. ജാതിയുടെയും മതത്തിന്റെയും നിറങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ നിർലോഭമായ സ്നേഹമാണ് അമ്മ പകരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. True, honest love liberates. And when we see Amma as this shining example of compassion and love, we see that her love holds no bounds. It does not see gender. It does not see color. It does not see races. This love
is for everybody. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, ഭജന, ദർശനം എന്നിവ നടന്നു. അമ്മയെ കാണാനും സ്നേഹാലിംഗനം ഏറ്റുവാങ്ങാനുമായി നിരവധി പേരാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയത്. തുടർന്ന് അമ്മ സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. താമരശ്ശേരി അമ്പായത്തോട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ ഡിവൈഎഫ്ഐ നേതാവിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് മെഹറൂഫിനെയാണ് ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് ഹർത്താൽ തുടരുകയാണ്. താമരശ്ശേരി അമ്പായത്തോട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ അക്രമവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 300-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് മെഹറൂഫാണ് ഒന്നാം പ്രതി. 4 FIRകളാണ് കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 30ഓളം പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റ റൂറൽ SP KE ബൈജു ഉൾപ്പെടെ 22 പോലീസുകാർ ആശുപത്രിയിലാണ്. പോലീസ് ലാത്തിചാർജും ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ സ്ത്രീകളും കുട്ടികളുമായി 28 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 4 പഞ്ചായത്തുകളിലെ 11 വാർഡുകളിലാണ് ഇന്ന് ഹർത്താൽ. സമാധാനപരമായ പ്രതിഷേധം ചിലർ ഹൈജാക്ക് ചെയ്ത് അക്രമം നടത്തുകയായിരുന്നെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് പറഞ്ഞു. അവരായിരിക്കും അതിന് മുന്നിലുണ്ടാകുക, അല്ലാതെ നമ്മൾ തടഞ്ഞു പോകുന്നില്ല. അവരായിരിക്കാം അത്രയും ഭീകരമായി എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടിയർ ഗ്യാസ്, അതുപോലെ തന്നെ ഗ്രാനേഡ് മുതലായ എല്ലാ കാര്യങ്ങളും അപകടകരമായിട്ടുള്ള സംഗതികൾ അവിടെ നടന്നു. ഫ്രഷ് കട്ട് സ്ഥാപനത്തിന് മുമ്പിൽ നിർത്തിയിട്ട 13 വാഹനങ്ങൾ സമരക്കാർ അഗ്നിക്കിരയാക്കിയിരുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് കത്തിച്ചതോടെ 9 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ദുർഗന്ധം കാരണം 5 വർഷത്തിലധികമായി പ്രദേശവാസികൾ സമരത്തിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പ്രഖ്യാപനങ്ങളുമായി RJD. അധികാരത്തിലെത്തിയാൽ ജീവിക പ്രവർത്തകർക്ക് മാസം 30,000 രൂപ നൽകുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. മഹാസഖ്യം ഒറ്റക്കെട്ടെന്നും തർക്കങ്ങളെല്ലാം പരിഹരിച്ച് നാളെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമെന്നും തേജസ്വി പറഞ്ഞു. അതേസമയം മഹാസഖ്യം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്ന് BJP നേതാക്കൾ പരിഹസിച്ചു. ബീഹാറിലെ വനിതകൾക്കായി BJP പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി RJD രംഗത്തെത്തിയിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന ജീവിക പ്രവർത്തകർക്ക് 30,000 രൂപ പ്രതിമാസ ശമ്പളമാണ് RJDയുടെ വാഗ്ദാനം. 2 പലിശരഹിത വായ്പയും 2,000 രൂപ പ്രത്യേക ആനുകൂല്യവും നൽകുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. മാ ബേട്ടി യോജന പദ്ധതിയിലൂടെ വർഷം 30,000 രൂപ ധനസഹായം നൽകും. NDA സർക്കാരിന് കീഴിൽ ജീവിക പ്രവർത്തകർ വലിയ ദുരിതമനുഭവിക്കുന്നുവെന്ന് തേജസ്വി യാദവ് ആരോപിച്ചു. आज हम कह रहे हैं कि जितनी जीविका दीदी, जितनी CM दीदियां हैं, उनको स्थायी किया जाएगा और 30,000 रुपए प्रतिमाह हमारी सरकार बनने पर उन जीविका CM दीदियों को दिया जाएगा. जीविका समूह की दीदियों द्वारा लिए गए लोन के सूद को माफ करा जाएगा. അതേസമയം ബീഹാറിൽ മഹാസഖ്യം തകർന്നുവെന്നും ഘടകകക്ഷികൾക്ക് പോലും സഖ്യത്തിൽ വിശ്വാസമില്ലെന്നും BJP ആരോപിക്കുന്നു. സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണമാണ് RJDയും കോൺഗ്രസും നേരിടുന്നതെന്നും മഹാസഖ്യം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നും BJP ദേശീയ വക്താവ് CR കേശവൻ പറഞ്ഞു. The RJD Congress Mahagathbandhan caucus is a doomed sinking ship which is plagued by deep differences, discord and disunity.
ശക്തമായ മത്സരമാണ് മഹാസഖ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഭരണവിരുദ്ധ വികാരം ഗുണം ചെയ്യുമെന്നുമാണ് മഹാസഖ്യത്തിന്റെ നിലപാട്. നിലവിൽ രണ്ടാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇനി 48 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടെ ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ BJP നീക്കം തുടങ്ങിയതായി ആരോപിച്ച് ജൻസൂരജ് നേതാവ് പ്രശാന്ത് കിഷോർ രംഗത്തെത്തി. ജൻസൂരജിന്റെ സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചത് BJP ഭീഷണിയെ തുടർന്നാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം നടപടികൾ നടക്കുന്നതെന്നും പ്രശാന്ത് കിഷോർ ആരോപിക്കുന്നു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾക്ക് തുടക്കമായി. ഉച്ചവരെയുള്ള മത്സരങ്ങളുടെ ഫലം ലഭിക്കുമ്പോൾ 537 പോയിന്റുമായി തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്ത്. കായികമേളയുടെ പോയിന്റ് ഇനങ്ങളായ ജനറൽ വിഭാഗം വിദ്യാർത്ഥികളുടെ നീന്തൽ, ക്രിക്കറ്റ്, ഹോക്കി, തായ്ക്കൊണ്ടോ, ഷൂട്ടിംഗ്, കബഡി, ഖോഖോ, ജൂഡോ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ മത്സരങ്ങളും മറ്റു വേദികളിൽ തുടരുകയാണ്. നീന്തലിൽ തിരുവനന്തപുരത്തിന് 6ാം സ്വർണം. അതോടൊപ്പം തന്നെ ബാക്ക് സ്ട്രോക്കിൽ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അതുൽ രാജാണ് സ്വർണം നേടിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ നാളെ മുതൽ സജീവമാകും. ഇന്ന് ജനറൽ വിഭാഗത്തിൽ മത്സരങ്ങളുണ്ട്. ഏതൊക്കെ മത്സര വിഭാഗങ്ങളാണ് നടക്കുന്നത്? തിരുവനന്തപുരമാണല്ലോ പോയിന്റ് നിലയിൽ മുന്നിൽ. രാജേഷ്, അത്ലറ്റിക്സ് വിഭാഗങ്ങളിൽ ഇപ്പോൾ നാളെ മുതലാണ് ജനറൽ വിഭാഗത്തിലെ മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മത്സരങ്ങളാണ് പുരോഗമിച്ചത്. അല്പം മുമ്പ് ഉച്ചവരെയുള്ള മത്സരങ്ങൾ സമാപിച്ചിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം 1:45 മാത്രമാണ് മത്സരങ്ങൾ ആരംഭിക്കുക. അതിൽ ഏറ്റവും പ്രധാനം ഭിന്നശേഷി വിദ്യാർത്ഥികൾ 2 വിഭാഗങ്ങളിലാണ്. 14 വയസ്സിന് മുകളിലും 14 വയസ്സിന് താഴെയുമുള്ള 2 വിഭാഗങ്ങളിലായാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത്. അതിൽ തന്നെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 100 മീറ്റർ ഓട്ടത്തിന്റെ അടക്കം ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 100 മീറ്റർ ഓട്ടത്തിന്റെ ഫൈനൽ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഇപ്പോൾ ബ്രേക്ക് ടൈമാണ്. എങ്കിലും മറ്റ് വേദികളിലടക്കം മത്സരങ്ങൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനറൽ വിഭാഗങ്ങളിലടക്കം നീന്തൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നേരത്തെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നീന്തൽ, ക്രിക്കറ്റ്, ഹോക്കി, തായ്ക്കൊണ്ടോ, ഷൂട്ടിംഗ്, കബഡി, ഖോഖോ, ജൂഡോ, ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങൾ ജനറൽ വിഭാഗത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്. അവയുടെ ഫലങ്ങളും ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 6 സ്വർണമാണ് നീന്തലിൽ മാത്രം തിരുവനന്തപുരം സ്വന്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ബാക്ക് സ്ട്രോക്ക് മത്സരത്തിൽ നീന്തലിന്റെ ബാക്ക് സ്ട്രോക്കിൽ തിരുവനന്തപുരം 6ാം സ്വർണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുൽ രാജാണ്, തിരുവനന്തപുരത്തിന്റെ അതുൽ രാജാണ് ഇതിൽ സ്വർണം നേടിയിരിക്കുന്നത്. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് സ്വർണം നേടിയിട്ടുള്ളത്. മറ്റ് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലടക്കം സ്വർണം സ്വന്തമാക്കുകയും ചെയ്തു. അത് 400 മീറ്റർ ഫ്രീ സ്റ്റൈലാണ്. എന്നാൽ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മാത്രം പാലക്കാടിനാണ് 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ സ്വർണം സ്വന്തമാക്കിയത്. മറ്റു മത്സരങ്ങളൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ ഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ 100 മീറ്റർ ഓട്ടത്തിൽ ഫൈനൽ മത്സരങ്ങൾ നടക്കുകയും ചെയ്യും. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു. കണ്ണംകോട് സ്വദേശി MA മുസ്തഫയാണ് ഈ മാസം 10-ന് മരിച്ചത്. 2 പേരിൽ നിന്നായി 12 ലക്ഷം രൂപ കടം വാങ്ങിയ മുസ്തഫ 58 ലക്ഷം രൂപയോളം തിരിച്ചു നൽകി. എന്നാൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നതോടെയാണ് മുസ്തഫ ജീവൻ ഒടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം വ്യാപാരം നടത്തുന്ന മുസ്തഫ കർണംകോട്ടെ വീട്ടിലാണ് ഈ മാസം 10-ന് തൂങ്ങി മരിക്കുന്നത്. ആത്മഹത്യയുടെ കാരണം ഓരോന്നായി തന്റെ ഡയറിയിൽ എഴുതിവച്ച ശേഷമായിരുന്നു കടുംകൈ. നെന്മിണി സ്വദേശിയായ പ്രഗ്ലേഷിൽ നിന്നും കണ്ടാണശ്ശേരി സ്വദേശിയായ വിവേക് ദാസിൽ നിന്നുമായി 12 ലക്ഷം രൂപയാണ് മുസ്തഫ കടം വാങ്ങിയത്. 1.5 വർഷത്തിനിടയിൽ 58 ലക്ഷം രൂപയോളം ഇരുവർക്കും തിരികെ നൽകി. 20% നിരക്കിൽ കൊള്ളപ്പലിശ വാങ്ങിയ ഇരുവരിൽ നിന്നും നിരന്തരം ഭീഷണി നേരിട്ടിരുന്നതായാണ് മുസ്തഫ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. 11 മണിക്ക് പൈസ എത്തിയില്ലെങ്കിൽ വെട്ടി കൊല്ലണം പോലെയാണ്. പക്ഷെ ആരെന്നെങ്കിലും പോയിട്ട് അടിങ്ങാലും പിടിച്ചിട്ട് അവനെ പലിശ വെക്കണം. ആരും മരണപ്പെട്ടാലും ഇതൊന്നും അവന് വിഷയമല്ല. അമിത പലിശ ചോദിച്ച് ശല്യപ്പെടുത്തിയിരുന്ന പ്രഗ്ലേഷ് മുസ്തഫയുടെ 4 സെന്റ് ഭൂമി നിർബന്ധിച്ച് എഴുതി വാങ്ങിച്ചു. ഇതിന് പിന്നാലെയും ഭീഷണിപ്പെടുത്തി. പലിശ വാങ്ങാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ വിവേക് ദാസ് ഭാര്യയ്ക്കും മകനും മുന്നിലിട്ട് മുസ്തഫയെ മർദ്ദിച്ചു. കച്ചവട സ്ഥാപനത്തിൽ കയറി പലവട്ടം പണം പിടിച്ചുവാങ്ങുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു തുടർ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പലിശക്കാരൻ നല്ല ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു.
കടയിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കാനും കടയിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടുപോകണം അങ്ങനെയായിട്ട് കുറേ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് മുസ്തഫയുടെ മൃതദേഹം ഈ മാസം 11-നാണ് സംസ്കരിച്ചത്. അസ്വാഭാവിക മരണത്തിന് അന്നേ ദിവസം തന്നെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് പരിശോധിക്കുകയും കുടുംബത്തിന്റെ പരാതി സ്വീകരിക്കുകയും ചെയ്ത പോലീസ് കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സംഭവത്തെക്കുറിച്ച് നൽകുന്ന വിശദീകരണം. അമൃത ന്യൂസ്, തൃശൂർ. മെമ്മറി കാർഡ് വിവാദത്തിൽ താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ തെളിവെടുപ്പ് തുടരുന്നു. 5-അംഗ കമ്മീഷൻ രൂപീകരിച്ചാണ് തെളിവെടുപ്പ്. നാളെയും നടപടി തുടർന്നേക്കും. ശ്വേത മേനോൻ, ജോയ് മാത്യു, ദേവൻ, ശ്രീലത നമ്പൂതിരി, ശ്രീലത പരമേശ്വരൻ എന്നിവർ ഉൾപ്പെട്ട 5-അംഗ കമ്മിറ്റിയാണ് മെമ്മറി കാർഡ് വിവാദത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത്. വിവാദത്തിൽ ഉൾപ്പെട്ട താരങ്ങളെ അമ്മ സംഘടനയുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. തെളിവെടുപ്പ് നടത്തി 60 ദിവസത്തിനകം ജനറൽ ബോഡിക്ക് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലക്ഷ്യം. ഇന്നലെ തുടങ്ങിയ തെളിവെടുപ്പ് നാളെയും തുടരാനാണ് സാധ്യത. ഓഗസ്റ്റ് 21-നായിരുന്നു മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര അന്വേഷണത്തിന് 5-അംഗ സമിതി രൂപീകരിച്ചത്. വിവാദങ്ങളെ തുടർന്ന് സംഘടന വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ്. മെമ്മറി കാർഡ് വിവാദവും സംഘടനയിലെ വിഭാഗീയതയും കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.